നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ കിച്ചു ലൈഫ് സ്റ്റോറി ഇട്ട അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ ചെയ്തതിന് ശേഷം രേണുവിന്റെ അതിനെ റിയാക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു 3-4 വീഡിയോസ്, അതായത് റീൽസ് ഒക്കെ ഇങ്ങനെ ഇൻസ്റ്റാ പേജുകളിൽ ഇടുന്നുണ്ടായിരുന്നു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് രേണു ഇട്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ രേണു പറയുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല്, സുധി മരിച്ച ദിവസം രേണു എങ്ങും പോയിട്ടില്ല, രേണു പോയി 5 സ്റ്റാർ ഹോട്ടലിലെ ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല എന്നൊക്കെയാണ് രേണു പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് നാണവും മാനവും ഇല്ലാതെ കണ്ടന്റ് ടോളികൾ ഇങ്ങനെ എന്തിനാണ് നിനക്കൊക്കെ നാണവും മാനവും ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, രേണുവിന് അല്പമെങ്കിലും നാണവും മാനവും ഉണ്ടോ? രേണുവിനെ കുറിച്ച് രേണുവിന്റെ മകൻ, രേണു വളർത്തിയ മകൻ എന്നൊക്കെ പറഞ്ഞിപ്പം ആ മകനാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഇത്രയും വലിയൊരു അലിഗേഷൻ രേണുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രേണു ഒന്നുകിൽ ഫസ്റ്റ് അവൻ പറഞ്ഞ അലിഗേഷൻ ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ A to Z വന്നിരുന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് സംസാരിക്കുക. അതല്ലെങ്കിൽ ആ കണ്ടന്റിനെ റിയാക്ട് ചെയ്യാതെ വിടുക. അതായിരുന്നു രേണുവിന് വേണ്ടത്. പക്ഷെ അതിൽ നിന്ന് രേണു ഈ കിച്ചു പറയാത്ത ഒരു കാര്യം എടുത്തിട്ട് വെറുതെ, അതായത് രേണുവിന് ഇപ്പോഴും ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും രേണുവിന് ലൈം ലൈറ്റിൽ നിൽക്കണം. രേണു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, രേണു ഒരു വണ്ടിയിലും കയറി പോയിട്ടില്ല, രേണു 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചിട്ടും ഇല്ല. അത് സത്യമാണ്. അത് കിച്ചു അങ്ങനെ പറഞ്ഞിട്ടില്ല, കിച്ചു ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഒരു റിയാക്ഷൻ വീഡിയോക്കാരും അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നത് നമ്മളൊരു വീഡിയോ ഇട്ട് ഞാൻ കുറേ വീഡിയോസ് റെഫറൻസിന് വേണ്ടി കാണുന്നതാണ്. കാര്യം നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ ഒരിക്കലും തെറ്റായിട്ടുള്ള ഒരു കാര്യം പ്രചരിപ്പിക്കാൻ പാടില്ല. അപ്പൊ അത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ശരിയാണ്. കാര്യം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് കാലമായിട്ട്, 1 വർഷമാകുന്നേ ഉള്ളൂ ഞാൻ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് പോലും ആയിട്ടില്ല. അപ്പോൾ അത്രയ്ക്ക് വളരെ ചെറിയ ഒരു ചാനലാണ് എൻ്റെത്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്ത് റിയാക്ഷൻ ചെയ്യുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും അത് കറക്റ്റ് ആണോ അല്ലയോ ഞാൻ പറയുന്നതിൽ കാര്യം, അതിന് മുമ്പുള്ള കുറേ കാര്യങ്ങളൊന്നും എനിക്ക് അറിയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഈ യൂട്യൂബ് എന്ന് പറയുന്നത് റിയാക്ഷൻ വീഡിയോ ആയാലും എന്തെന്ന് പറയുന്നത് ചെയിനായിട്ട് ഇങ്ങനെ സംഭവിക്കുക, ആനുകാലികമായ സംഭവങ്ങൾ വരുന്നു, അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യുന്നു, അത് വിടുന്നു, അടുത്ത സംഭവം വരുന്നു, അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യുന്നു, അത് വിടുന്നു. അങ്ങനെയാണ് നമ്മൾ റിയാക്ഷൻ വീഡിയോ. അപ്പോൾ ആദ്യമൊക്കെ നമ്മളിപ്പോൾ ഞാൻ ചെയ്യാൻ തുടങ്ങിയ ആ സമയത്തൊട്ടുള്ള ഒരുവിധം കാര്യങ്ങൾ, ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഇപ്പം അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വന്നാൽ തീർച്ചയായും നമുക്കെടുത്ത് സംസാരിക്കാനറിയാം. പക്ഷെ അതിനു മുമ്പ് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ വീഡിയോസ് റെഫറൻസിനെടുക്കും. അപ്പോൾ റെഫറൻസിനെടുത്തിട്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോകളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് വീഡിയോകൾ പുറത്തേക്ക് വരാനും കൂടുതൽ താമസിക്കുന്നത്. കാര്യം അത് കൂടാതെ ഇങ്ങനെ ഒരു അലിഗേഷൻ വന്നപ്പോൾ വീണ്ടും ഞാൻ എല്ലാവരുടെയും വീഡിയോ എടുത്തു വെച്ച് നോക്കി, ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന്. എല്ലാവരുടെയും എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക മെയിൻ ചാനലുകളുടെയും ഞാൻ കാണുന്നുണ്ട്, അവരുടെ എല്ലാം എടുത്ത് നോക്കി, അവരാരും അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാനും അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ രേണുവായിട്ട് സ്വയം ഉണ്ടാക്കുകയാണ്. കിച്ചു പറഞ്ഞു രേണു 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചു. അപ്പൊ ഞാൻ ആദ്യം രേണുവിന്റെ വീഡിയോ പ്ലേ ചെയ്യാം, അതിനുശേഷം കിച്ചു പറഞ്ഞത് എന്താണെന്ന് കൂടെ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. എൻ്റെ മനുഷ്യരെ, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? സുധിച്ചേട്ടൻ മരിച്ചു കിടന്നപ്പോൾ ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിച്ചത്. നിങ്ങൾക്ക് നാണമാകുന്നില്ല, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? സുധിച്ചേട്ടൻ മരിച്ചു കിടന്നതിൻ്റെ ആ അടക്കുന്നതിൻ്റെ അന്ന് വൈകിട്ട് പോലും ഞാൻ കിച്ചു എന്തോ എനിക്ക് ഫുഡ് തന്നപ്പോഴാണ് ഞാൻ ഇച്ചിരി വെള്ളം ഇറക്കുന്നത്, കഴിക്കുന്നത്. ഒരു പൊറോട്ട എന്നെ മേടിച്ച് തന്നപ്പം മനസ്സിലായി. അന്നത്തെ ദിവസം അറിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ പച്ച വെള്ളം ഞാൻ കുടിച്ചിട്ടില്ല, കാപ്പി പോലും കുടിച്ചിട്ടില്ല. ഞാൻ എൻ്റെ സുധിച്ചേട്ടൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവരാൻ പോയിട്ടില്ലല്ലോ, ഫ്ലവേഴ്സിലും 24 ഞാൻ പോയിട്ടില്ല. എന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ അറിയാത്ത കാര്യം സംസാരിക്കരുത്. ഞാൻ അവിടെ തളർന്നു കിടക്കുമായിരുന്നു, ഞാൻ പോയിട്ടില്ല സുധിച്ചേട്ടനെ ഡെഡ് ബോഡി കൊണ്ടുവരാൻ. നിങ്ങൾ ആരോട് വേണ്ട? നിങ്ങൾ എന്തിനാ ഈ കള്ളത്തരം പറയുന്നത്? നിങ്ങൾക്ക് നാണമാകുന്നില്ല ഇങ്ങനെ കള്ളത്തരം പറയാൻ? ഞാൻ പോയില്ല. ചേട്ടൻ മരിച്ചപ്പോൾ ചേട്ടനെ കൊണ്ടുവരാം, ചേട്ടൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവരാൻ ഞാൻ പോയില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് 5 സ്റ്റാർ കടയിൽ നിന്ന് പോയി ഫുഡ് കഴിക്കുന്നത്? രേണു പോയിട്ടില്ല, രേണു കഴിച്ചിട്ടില്ല, കിച്ചു അങ്ങനെ പറയുന്നില്ല. പക്ഷെ കിച്ചു ഇങ്ങനെ പറഞ്ഞു എന്ന് രേണു തന്നെ ഒരു സ്റ്റോറി ഉണ്ടാക്കിയാണ് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയാണ് ഈ പറയുന്നത് അറിയാം? അതായത് ഈ കിച്ചു പറഞ്ഞ ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളെയും അങ്ങ് താഴേക്ക് തള്ളിയിട്ട് അതിന്റെ മണ്ടയിൽ കൂടെ പറയാത്ത ഒരു കാര്യം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ഇതിനെ ഇങ്ങനെ പടച്ച് മേലേക്ക് വിടുക. അപ്പൊ മറ്റാരും വേറെ ചോദ്യങ്ങളൊന്നും ചോദിക്കത്തില്ല. ചോദ്യങ്ങൾ ഓഫ് കോഴ്സ് എല്ലാവരും ചോദിക്കും. ഒരൊറ്റ മനുഷ്യൻ പോലും രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരും ഒരു കമന്റിന്റെ അടിയിൽ 1-2 ഈ ഒരു വീഡിയോയുടെയൊക്കെ അടിയിൽ വരുന്ന കമന്റുകൾ രേണു വായിക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. രേണു വിചാരിക്കുന്നത് എല്ലാ മനുഷ്യരും ബുദ്ധിയില്ലാത്തവരാണ്, അല്ലെങ്കിൽ മറന്നു പോകുന്ന ആൾക്കാരാണ് രേണുവിനെ പോലെ. രേണു പറയുന്ന കുറെ പൊറോട്ട നാടകങ്ങൾ കണ്ട് വിശ്വസിക്കുന്നവരാണെന്നാണ് രേണു വിചാരിക്കുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. രേണു വിചാരിക്കണം, ഈ യൂട്യൂബിലൊക്കെ ഒരാൾ പറയുന്ന കാര്യങ്ങൾ എന്നും എവിഡൻസ് ആയിട്ട് തന്നെ കിടക്കും. ഒരു പക്ഷെ അവർ ചിലപ്പോൾ അവരുടെ സൗകര്യാർത്ഥം അത് ഡിലീറ്റ് ചെയ്ത് കളയും. പക്ഷെ ഇതൊക്കെ നോക്കിയിരിക്കുന്ന, അതൊരു ജോബായിട്ട് കണ്ട് ഇതിനെക്കുറിച്ച് വീഡിയോസിനെ കുറിച്ച് റിയാക്ട് ചെയ്യാനൊക്കെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് രേണു. അവരൊക്കെ ഇത് അപ്പം തന്നെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കും. അവരുടെയൊക്കെ കയ്യിൽ ഇത് എപ്പോഴും കാണും. രേണു പണ്ട് പറഞ്ഞ കാര്യങ്ങളും ഇപ്പൊ പറയുന്ന കാര്യങ്ങളും പിന്നെ പറയുന്ന കാര്യങ്ങളും കിച്ചു പറയുന്ന കാര്യങ്ങളും എല്ലാം ഉണ്ട്. കിച്ചു അങ്ങനെ കാര്യം പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനു വേണ്ടി രേണു ഇത് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ, രേണുവിന് അടുത്ത ഒരു സ്റ്റോറി ഉണ്ടാക്കണം. ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും രേണുവിന് മറുപടി പറയാൻ ഒരു മറുപടിയില്ല. രേണു എന്റെ മകനാണ്, ഞാനൊരു അമ്മയാണെന്നൊക്കെ പറയുന്നു. ഒരു അമ്മ നമ്മുടെ മക്കളോട് നമ്മളിങ്ങനെ കാണിക്കുമോ? നമ്മളെ മക്കളെ ഫുഡ് കഴിക്കാൻ 2-3 വർഷം ഒരു കമ്പ്യൂട്ടറോ ഒരു ലാപ്ടോപ്പോ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫോണോ ആയിട്ട് നമ്മൾ മുറിയിൽ എത്തിയിരിക്കുമോ? രേണുവിനെ വിവാഹം കഴിച്ചുകൊണ്ട് വരുന്നത് തന്നെ കിച്ചുവിനെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഏത് കുട്ടികളായാലും, ഏതൊരു കുട്ടി, നമ്മളെ വീട്ടിലല്ല ഏതൊരു
വീട്ടിലെ കുട്ടിയായാലും ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അതിനപ്പുറത്തേക്ക് പോകാഞ്ഞത് എന്തോ ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ മതി. ഒരു അമ്മയുടെ ഭാഗത്തു നിന്ന് ഒരു മകനെ നോക്കാനെന്ന് പറഞ്ഞിട്ട് ഒരാളെ വിവാഹം കഴിച്ചിട്ട് ആ മകനെ ഇത്രയും ഒരു ഡ്രോമയിലേക്ക് കടത്തി വിട്ടിട്ട് ആ മകൻ തന്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞപ്പോൾ അതിനകത്ത് അവൻ പറയാത്തൊരു കാര്യം, അത്രയും വലിയ വലിയ അലിഗേഷൻസ് അതിനകത്ത് കിടക്കുന്നു, അതൊന്നും എടുത്ത് റിയാക്ട് ചെയ്യാതെ, അല്ലെങ്കിൽ ഞാൻ നിന്നെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടോ മോനെ അങ്ങനെ പറയും, അല്ലെങ്കിൽ എന്താണ് എന്റെ ഭാഗത്ത് വന്ന് തെറ്റ് എന്ന് ആ കുട്ടിയോട് ഒരു ഫോൺ പോലും ചെയ്ത് ചോദിക്കാതെ വെറുതെ അത് പറയാത്തൊരു കാര്യം പടച്ചുണ്ടാക്കി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ ഇത്രയും യൂട്യൂബേഴ്സിനെയും ഇത്രയും യൂട്യൂബ് വീഡിയോ കണ്ടന്റ് മേക്കേഴ്സിനെയും, അതായത് ഇത്രയും റിയാക്ഷൻ വീഡിയോക്കാരെയും എല്ലാം വെറും ഒരു ഫൂളാക്കിക്കൊണ്ട് ഇങ്ങനെ അവർ പറയാത്തൊരു കാര്യം പറയാൻ രേണുവിന് നാണമാകുന്നില്ലേ എന്ന് സ്വയം ഒന്ന് വിലയിരുത്തി. രേണുവിന് നാണമാകുന്നില്ല. എന്റെ മനുഷ്യനെ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? സുധിച്ചേട്ടൻ മരിച്ചു കിടന്നപ്പോ ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിച്ചത്, നിങ്ങൾക്ക് നാണമാകുന്നില്ല? നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? 4 ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ കണ്ടിരിക്കുന്നു കിച്ചുവിന്റെ വീഡിയോ. സ്വബോധത്തോടെ കണ്ടവരാരും കിച്ചു അങ്ങനെ പറഞ്ഞെന്ന് പറയത്തില്ല. ഇപ്പൊ രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു സജീനയും ഒരു തൃഷയോ അങ്ങനെ ഏതോ ഒരു പെണ്ണും കൂടെ മാത്രമാണ് വരുന്നത്. അവർക്ക് ബോധമില്ല, അവർ കിച്ചുവിന്റെ വീഡിയോ പോലും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അവർ കണ്ടില്ല എന്ന് അഭിനയിച്ച് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് കഷ്ടം. കാരണം ബോധമുള്ളവരാണെങ്കിൽ കിച്ചുവിനെ കുറിച്ചൊരു വീഡിയോ റിയാക്ട് ചെയ്യുമ്പോൾ തീർച്ചയായും കിച്ചുവിന്റെ വീഡിയോ കണ്ടിരിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന 1-2 വീഡിയോകളെങ്കിലും കണ്ടിട്ടേ ചെയ്യാൻ പറ്റൂ. രേണു ഈ കിച്ചുവിന്റെ ലൈഫ് സ്റ്റോറി വന്നതിന് ശേഷം ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോയിൽ രേണു പറയുന്നത് എന്താ, ഒരു ഭീഷണിയാണ്. അതായത് ഇതൊക്കെ ഇത്രയൊന്നും അല്ല, എനിക്കും ഇനിയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് കിച്ചു ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിനും ഇനിയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. രേണു അത് പറയുമെന്നാണ് പറയുന്നത്. എന്ത് കാര്യങ്ങളാണ് പറയാനുള്ളത്? രേണു ഈ കുട്ടിക്ക് ആഹാരം കൊടുക്കാതെ ഒരു വീട്ടിൽ ഇങ്ങനെ അതിനെ ശ്രദ്ധിക്കാതെയും മൈൻഡ് ചെയ്യാതെയും സുധിയുടെ മരണത്തിന് മുമ്പും ശേഷവും ഇങ്ങനെയൊക്കെയുള്ള ചെയ്ത കാര്യങ്ങൾ അത് പറഞ്ഞപ്പോൾ അതിനെ ഭീഷണിപ്പെടുത്തിയാണ് ഇനിയും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അത് അവൻ ഓൾറെഡി ഡ്രഗിന് അടിമയായിരുന്നു എന്ന് അവൻ അതിനകത്ത് അടിമ ആയിപ്പോയി എന്നുള്ളത് അവൻ ആ കാര്യം പറയുന്നുണ്ട്. അപ്പൊ അത് പറഞ്ഞ് ഇനി രേണുവിന് ഈ കൊച്ചിനെ ഭീഷണിപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ എന്തോ ഒരു ഭീഷണി അതിനകത്ത് എന്നാലുണ്ട്. ഒരു ഭീഷണിയുടെ സ്വരത്തിൽ കള്ളക്കരച്ചിൽ അഭിനയിച്ചുകൊണ്ടാണ് രേണു ഇങ്ങനെ ഇത് പറയുന്നത്. കള്ളക്കരച്ചിലാണെന്ന് ഒരു പൊടി കൊച്ചിന് കണ്ടാൽ പോലും മനസ്സിലാവും. അത്രയ്ക്ക് വെറുതെ മുഖം കൊണ്ട് രേണുവിന്റെ അഭിനയം അറിയാലോ, രേണുവിന്റെ അഭിനയം എത്രത്തോളം മികച്ചതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ അഭിനയം കരച്ചിൽ കാണിച്ചാൽ എങ്ങനെ ആയിരിക്കും? അതൊരു പ്രഹസനമായിട്ട് മാറുന്ന ഒരു കരച്ചിലായിരുന്നു. അതിന്റെ അടിയിൽ ഇട്ടിരിക്കുന്ന ഒരു കമന്റ് പോലും ആ കരച്ചിലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമന്റില്ല. കാര്യം അതായത് ഞെക്കി പിഴിഞ്ഞ് കണ്ണുനീരെടുക്കുന്ന ഒരു എക്സ്പ്രഷനാണ് രേണുവിന്റെ മുഖത്തോട്. അത് ആ കരച്ചിലിനിടയിൽ പോലും രേണു കിച്ചുവിനെ ഭീഷണിപ്പെടുത്താൻ മറക്കുന്നില്ല. അപ്പോൾ ഷെഫിന ബീവിയുടെ ചാനലിൽ പറയുന്നത് പോലെ ഇനിയിപ്പം ഏറിയാൽ രേണു വന്ന് പറയായിരിക്കും, രേണുവിനെ കിച്ചു കയറി പിടിച്ചിട്ടുണ്ടെന്ന് പറയുമായിരിക്കും. അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരു അറ്റംപ്റ്റ് നടത്തിയെന്ന് പറയുമായിരിക്കും. അല്ലാതെ എന്ത് പറഞ്ഞാണ് ഈ കൊച്ചിനെ ഇതിൽ കൂടുതൽ ഭീഷണിപ്പെടുത്താനുള്ളത്? ഒന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്താനില്ല. അപ്പം ധൈര്യമായിട്ട് നിൽക്കുക. കിച്ചു രേണുവിന്റെ ഭീഷണികളൊന്നും മൈൻഡ് ചെയ്യരുത്. താൻ പറഞ്ഞ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കാനാണ് കിച്ചുവിനോട് പറയാനുള്ളത്. കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ ഭീഷണി ഇപ്പം നീ അത് പുല്ലുപോലെ അവഗണിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നിനക്ക് മേൽക്കുമേൽ അവരുടെ ഈ വൃത്തികെട്ട കാര്യങ്ങൾക്കൊന്നും കൂട്ടു നിൽക്കാതെ ഇൻഡിപെൻഡന്റ് ആയി നിനക്ക് ഇവരെ പേടിക്കാതെ ജീവിക്കാനുള്ള ഒരു അവസരം കിട്ടും. അല്ലെങ്കിൽ അവർ ഇനിയും ഈ തുണി ഉരിഞ്ഞ് നടത്തുന്ന നാടകത്തിനെല്ലാം സാക്ഷി പറഞ്ഞ് നീ നിൽക്കേണ്ടി. അപ്പം രേണുവിന്റെ ആ കരച്ചിൽ വീഡിയോയിലേക്ക് നമുക്കൊന്ന് കടക്കാൻ കേട്ടോ. അത് വളരെ കാണേണ്ട ഒരു കരച്ചിൽ തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ആ കരച്ചിൽ ഇട്ട് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് രേണു സബ്സ്ക്രിപ്ഷനിൽ പോയി രേണുവിന്റെ സബ്സ്ക്രിപ്ഷൻ വീഡിയോ ഉണ്ടല്ലോ, അതായത് ഉടുപ്പ് താഴേക്കും മേലേക്കും ഇട്ട് കൊടുക്കുന്ന വീഡിയോ, പാവാടതാക്കുന്നതും അതൊക്കെയാണല്ലോ രേണുവിന്റെ സബ്സ്ക്രിപ്ഷൻ മെയിനായിട്ട് കാണിക്കുന്നത്. ആ വീഡിയോ ഓൺ ദ സ്പോട്ടിൽ തന്നെ ഇവിടെ കരഞ്ഞ് കണ്ണുനീര് ഞെക്കി പിഴിഞ്ഞെടുക്കുന്നു. അതിന്റെ അപ്പുറത്തെ സൈഡിൽ എന്താ പറയുന്നത്, ഓടിപ്പോയി ഉടുപ്പ് താത്തിട്ട് പാവാട ഇറക്കി വെച്ചും അടുത്ത വീഡിയോ ഇട്ട് കൊടുക്കുന്നു. അതാണ് രേണുവിന്റെ കപ്പാസിറ്റി, അതാണ് രേണുവിന്റെ എന്താ പറയുന്നത് മാന്യത എന്ന് പറയുന്നത്. അത് അപ്പോൾ ഈ കരയുന്ന സമയത്ത് തന്നെ ഇത്രയും പിന്നെ അത് വീഡിയോ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയും വന്നൊരു കരച്ചിൽ നാടകം നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓടിപ്പോയി റീല് ചെയ്യുന്നു. പോസ്റ്റാണ് കണ്ടത്, നിങ്ങൾ പലരും കണ്ടു കാണും. അത് കണ്ടപ്പോൾ എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലായി. മാനിപ്പുലേറ്റിങ്ങും അതുപോലെ ഒന്നും പറയാനില്ല. ഞാനൊന്നും എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിവിടെ അങ്ങ് തീരത്തില്ല. അറിയുന്നവർക്ക് അറിയാം. ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ചേട്ടനുള്ളപ്പോഴും ചേട്ടൻ മരിച്ചപ്പോഴും എല്ലാം. അപ്പൊ നമുക്ക് കിച്ചു പറഞ്ഞ ആ വീഡിയോയിലേക്ക് ഒന്ന് കിടക്കാം. കിച്ചു എന്താണ് തന്റെ ലൈഫ് സ്റ്റോറിയിൽ ഈ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് മരണവുമായിട്ട് ബന്ധപ്പെട്ട് 5 സ്റ്റാർ ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ട് രേണുവിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. പള്ളിക്കാരും എന്റെ കൂടെ ഇരിക്കുന്ന മൊത്തം കുറെ പള്ളിക്കാരും അളിയനും. അപ്പൊ കിച്ചു പറഞ്ഞതാണ് പള്ളിക്കാരനും അളിയനും മാത്രമാണ് ഈ ഇത് കൊണ്ടുപോകാനായിട്ടുള്ളത്. കുറെ പള്ളിക്കാരും ഉണ്ട്, അളിയനും ഉണ്ട് വണ്ടിയിൽ. അവരാണ് 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചെന്ന് പറയുന്നത്. വെറുതെ അലമ്പാൻ വേണ്ടിയിട്ട് രേണുവിന് ഒന്നും കിട്ടാൻ സമയത്ത് ആരോ പറഞ്ഞ പൊട്ട ബുദ്ധി, അല്ലെങ്കിൽ രേണുവിന്റെ തലയിൽ തോന്നിയ പൊട്ട ബുദ്ധി മാത്രമാണ് ഈ ഒരു ഇപ്പൊ കാണിച്ച ഈ കരച്ചിലും നാടകവും. രേണുവിനെ ന്യായീകരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരു സജീനയും വേറെ ഒരു ദൃശ്യം 1-2 ലേഡികൾ അതിന്
രേണുവിന്റെ സപ്പോർട്ടേഴ്സ് ആവാം, അതല്ലെങ്കിൽ അവർക്കൊരു റീച്ചിന് വേണ്ടിയിട്ട് അവർ വന്ന് വീഡിയോ എടുക്കുന്നതായിരിക്കും. അവരൊക്കെ പറയുന്നത് കിച്ചു എന്തൊക്കെയോ മിസ്സിംഗ് ആയിട്ടാണ് സംസാരിച്ചിരുന്നത്. അപ്പോൾ അത് രേണുവുമായിട്ട് എല്ലാം ക്ലിയർ ആയിട്ടൊന്നും അല്ല സംസാരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. രേണുവിനെതിരെയും അല്ലെങ്കിൽ രേണുവിനോടുള്ള സപ്പോർട്ട് മൂലം രേണുവിനെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് സംസാരിക്കാൻ പറ്റും. പക്ഷേ ഇതിലെ കുറച്ച് ഫാക്ട്സ് നോക്കുവാണെങ്കിൽ കിച്ചു ഇപ്പോൾ വന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അതിൽ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും മിസ് ചെയ്തിട്ടാണ് പറഞ്ഞിരുന്നത്. എനിക്ക് അങ്ങനെയാണ് ആ വീഡിയോയിൽ നിന്ന് മനസ്സിലായത്. അച്ഛനെ കൊണ്ടുപോകാനായിട്ട് 24 സ്റ്റുഡിയോ അങ്ങോട്ടേക്ക് പോയപ്പോൾ അവരെല്ലാവരും 5 സ്റ്റാർ ഹോട്ടലിൽ ഫുഡ് കഴിച്ചു എന്നൊക്കെ പറയുന്നത്. പക്ഷേ അതിനകത്ത് രേണു ഇട്ട പുതിയ വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഫുഡ് കഴിച്ചു ഓക്കെ എന്തെങ്കിലും ആവട്ടെ, രേണുവാണ് ഫുൾ ഇതെങ്കിലും ഇത്രയും നാൾ പിന്നെ എന്തിനാ ഈ ലേഡിയും പറയുന്നത് കിച്ചു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. അതായത് കിച്ചു രേണു 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ കിച്ചു അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ സ്ത്രീയൊക്കെ ഒരു വീഡിയോ എടുക്കുമ്പോൾ എത്രത്തോളം ആത്മാർത്ഥത ഉണ്ടെന്ന് നോക്കണം. ഒരു ആൺകുട്ടി അതിന്റെ അത് പല ഡ്രോമകളിലൂടെയും കടന്നുപോയി അതിന് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ, അതായത് ഈ രേണു സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളും ഒക്കെ തുടങ്ങി സഹിക്കാൻ പറ്റാത്ത, നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഈ കുട്ടി ഇങ്ങനൊരു ലൈഫ് സ്റ്റോറി വെളിപ്പെടുത്താൻ തുടങ്ങിയത്. അതിന്റെ ഭാഗത്ത് തെറ്റുണ്ട്. അതിനെ ടേക്ക് കെയർ ചെയ്യാൻ ആരും ഇല്ലാതിരുന്ന സമയങ്ങളിൽ അത് ഡ്രഗ് അഡിക്റ്റ് ഒക്കെ ആയി പോയിട്ടുണ്ട്. അത് ചെയ്യാൻ അത് എല്ലാ കുട്ടികൾക്കും, ഏത് കുട്ടികളായാലും ഇങ്ങനൊരു ഇതിലേക്ക് പോകുമ്പോൾ ആ ഒരു സാഹചര്യത്തിലൂടെ വന്ന് പോയിട്ടുണ്ടാവാം അല്ലേ. അപ്പോൾ അത് തന്നെ ഈ കിച്ചുവിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുള്ളൂ. പിന്നെ ഇപ്പൊ പുതുതായിട്ടൊരു അലിഗേഷൻ വന്നിരിക്കുന്നത്, അതിനകത്ത് തന്നെ പറയുന്നുണ്ട്, ആ ആദ്യത്തെ വീഡിയോകളിൽ പറയുന്നുണ്ട്, അവൻ മെനഞ്ഞാന്ന് കൂടി എന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടാണ് ഈ പറയുന്നത്, ഇങ്ങനെയൊക്കെ കാശ് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഈ യൂട്യൂബേഴ്സിന്റെ കയ്യിൽ രേണു എന്താ ചെയ്തത്, ഈ 2 യൂട്യൂബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഈ രേണു ഈ കുട്ടിക്ക് പേ ചെയ്തിട്ടുള്ള പൈസയുടെ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തിരിക്കുന്നത്. ആദ്യം പറഞ്ഞിരിക്കുന്ന എമൗണ്ടുകളൊക്കെ വലിയ വലുതാണെന്നുള്ള രീതിയിലാണ് മറച്ചൊക്കെ ഇട്ടിരിക്കുന്നത്. പക്ഷേ അതിനകത്തെല്ലാം 3 അക്ക ഫിഗേഴ്സ് ആണ് കിടക്കുന്നത്. 200, 500, 290, 380 അങ്ങനെ. അതായത് മാർച്ച് മാസം ടോട്ടൽ കണക്ക് കൂട്ടിയാൽ ഒരു 3000 രൂപ ഈ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഈ 3000 രൂപ കൊടുത്തിട്ടാണ് ഇവനെ കൊണ്ട് എന്താ പറയുന്നത്, ഇവൻ ഈ ഫുൾ എമൗണ്ട് കൊടുത്തെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത്രയും പൈസ എൻ്റെ നിന്ന് വാങ്ങിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. ഈ 3000 രൂപ തന്നെ 200, 500 അങ്ങനെയൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന്റെ വീഡിയോ കാണാം നമുക്ക്. അപ്പോൾ രേണുവിന്റെ കയ്യിൽ നിന്ന് ഈ കുട്ടി പൈസ വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് രേണുവിന്റെ കയ്യിൽ നിന്ന് പൈസ ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് മോശമാണെന്ന് പറയുന്ന ഒരു ഭാഗം ആൾക്കാരുണ്ട്. രേണുവിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് രേണുവിനെ കുറ്റം പറയാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഒരിക്കലും ഞാൻ ആ ഒരു ഭാഗത്തേക്ക് നിൽക്കത്തില്ല. രേണുവിൻ്റെ കൂടെയുള്ള വെറുപ്പ് കൊണ്ടോ അല്ലെങ്കിൽ രേണുവിനെ നമ്മൾ എതിർക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സുധി മരിച്ച കാലം തൊട്ട് ഈ രേണുവിന്റെ അക്കൗണ്ടിൽ സുധിയുടെ പേരും പറഞ്ഞ് സുധിയുടെ മക്കളെ വളർത്തുന്നതിന്റെ പേരും പറഞ്ഞ് ഒരുപാട് പൈസകൾ പല സംഘടന, ഒരുപാട് ആൾക്കാർ, പല വ്യക്തികൾ, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ പൈസ രേണുവിന്റെ അക്കൗണ്ടിലേക്ക് ഒഴുകുന്നുണ്ട്. അന്ന് കുറച്ചു കാലം അവിടെ നിന്നതിന് ശേഷം കിച്ചു എന്ന് പറയുന്ന കൊച്ച് അവന്റെ അച്ഛന്റെ വീട്ടുകാരോടൊപ്പം അല്ലെങ്കിൽ അവർ പഠിക്കാൻ വേണ്ടി കൊല്ലത്ത് പോയി നിൽക്കുകയാണ്. ഈ സുധിയുടെ പേരിൽ വന്ന, സുധി ജീവിച്ചിരുന്നപ്പോൾ ഉള്ള ഇത്രയും പൈസകൾ അടിച്ചു പൊട്ടിച്ച ഈ രേഖ കുടുംബം, അതായത് 10 പേർക്കാണ് സുധി ചെലവിന് കൊടുത്തുകൊണ്ടിരുന്നത്. ആ 10 പേരുടെ കുടുംബം സുധി ജീവിച്ചിരുന്നപ്പോൾ സുധിയെ നന്നായിട്ട് വസൂലാക്കി. മരിച്ചു കഴിഞ്ഞപ്പോൾ ചില്ലറ പൈസയല്ല, നമുക്ക് അറിയാവുന്ന എത്രയോ സംഘടനകളും എത്രയോ ആൾക്കാരും രേണുവിന്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുത്തു. ആ പൈസ മൊത്തം ഈ സുധിയും കിച്ചും ഒഴികെ ബാക്കി 2 പേരൊഴികെ ബാക്കി 8 അംഗങ്ങൾ തിന്നതാണ്. അത് ആരൊക്കെയാണ് അനുഭവിക്കേണ്ടത്? രേണുവും സുധിയുടെ മക്കളായ കിച്ചുവും ഋതപ്പനും മാത്രമാണ് ഈ അനുഭവിക്കേണ്ട പൈസ. രേണുവിന്റെ വീട്ടുകാരെ, അച്ഛനെയും അമ്മയും ചേച്ചിയെയും ചേച്ചിയുടെ ഭർത്താവിനെയും 2 മക്കളെയും തീറ്റിപ്പോറ്റുകയായിരുന്നു ചെയ്യുന്നത്. അത്രയും പൈസ കൊണ്ട് തീറ്റിപ്പോറ്റുകയായിരുന്നു. ആ വീട്ടിലേക്ക് നമ്മൾ കണ്ടതാണ് പല വീഡിയോകളും. വീട്ടിന് കംപ്ലൈന്റ് വന്നിട്ട് പോലും രേണുവും ഈ തങ്കച്ചനും എന്ന് പറയുന്ന ആ മനുഷ്യന് ഒരു 5 പൈസ അവരുടെ കയ്യിൽ നിന്നെടുത്ത് ചെലവാക്കിയിട്ടില്ല. നമ്മൾ കണ്ടതാണ്. ഈ അന്ന് തൊട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്ട് ആ കാര്യങ്ങൾ എനിക്ക് 5 പൈസ ചെലവാക്കാനുള്ള ഒരു മനസ്സോ അല്ലെങ്കിൽ അവർ കാണിച്ചില്ല. ഇത്രയും എമൗണ്ടുകൾ, അതായത് ഈ കുഞ്ഞുങ്ങൾ അനുഭവിക്കേണ്ട ഇത്രയും എമൗണ്ട് രേണുവിന്റെ കുടുംബവും തിന്നു തീർത്തപ്പോൾ കിച്ചു രേണുവിന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ പൈസ മേടിക്കുന്നതിൽ ഒരു നാണക്കേടും വിചാരിക്കേണ്ട കാര്യമില്ല. അവൻ അർഹതപ്പെട്ട പൈസ തന്നെയാണ്. അവന്റെ അച്ഛന്റെ പൈസ, വളർത്തമ്മയുടെ കുടുംബക്കാര് തിന്ന പൈസ അവന് എന്തായാലും ഇപ്പൊ വാങ്ങിക്കും. ഇപ്പൊ രേണുവിന് പൈസ ഉണ്ടല്ലോ, രേണുവിന് ജോലിയുണ്ട്, പൈസ ഉണ്ട്, സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, ആൽബം ചെയ്യുന്നുണ്ട്, ഉദ്ഘാടനങ്ങൾ കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൽ അവർ ഉണ്ടാക്കുന്നതിൽ ഒരു നല്ലൊരു ഭാഗം പൈസ, ഇത്രയല്ല ഇതിൽ കൂടുതൽ പൈസ, ഈ 3000 ഒന്നുമല്ല, മാസം നല്ലൊരു എമൗണ്ട് കിച്ചുവിന്റെ വിദ്യാഭ്യാസത്തിനും കിച്ചുവിന്റെ ചെലവിനും വേണ്ടി രേണു കൊടുക്കാൻ ബാധ്യസ്ഥയാണ് അല്ലെ. പിന്നെ മാത്രമല്ല അത് ഈ പൈസ കൊടുത്തതിൽ പിന്നെ നമുക്ക് വേറൊരു കാര്യം കൂടെ പറയാം. കിച്ചുവിനും വൃദ്ധപ്പനും താമസിക്കേണ്ട വീട് കുടുംബങ്ങൾ താമസിക്കുന്നു എങ്കിൽ ആ വീട്ടിൽ അതിനൊരു പ്രതിമാസ വാടകയായിട്ട് അതിന്റെ ഒരു എമൗണ്ട് കിച്ചുവിന് കിട്ടാൻ തീർച്ചയായും അർഹതയുള്ള പയ്യനാണ്. ആ പൈസ അവന് കിട്ടേണ്ടതാണ്. അതിന് യാതൊരു കുറ്റവും പറയാൻ, അവൻ ഈ പൈസ മേടിച്ചതിൽ യാതൊരു കുറ്റവും പറയേണ്ട കാര്യം. കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് അവനൊരു ചെറുപ്പക്കാരനല്ലേ, ഇവന് നാണോ മാനോ ഇല്ലായിരുന്നു, ഇവനിങ്ങനെ പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് മോശമാണെന്ന് പറയുന്നു. അവനൊരു ചെറുക്കനാണ്, അവൻ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനാകെ ചിലപ്പോൾ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രമേ ഉള്ളൂ. ഇപ്പം അവൻ മനസ്സുകൊണ്ട് കരുതുന്നുണ്ടാവും അവന്റെ അച്ഛന്റെ പൈസ അവനും കൂടെ കഴിക്കേണ്ട പൈസ ആയിരുന്നു സുധിയുടെ പേരിൽ രേണുവിന് കുടുംബത്തിന് കിട്ടിക്കൊണ്ടിരുന്നത്. അതിന്റെ കണക്കുകൾ ഒരിക്കൽ നമ്മളെ സുധിയുടെ പഴയ ഒരു കൂട്ടുകാരൻ വന്ന് പറയുന്നുണ്ട്, കണക്കില്ലാത്ത പൈസകളാണ് വന്നത്.
പകുതി ഭാഗം എന്തായാലും കിച്ചുവിന് അനുഭവിക്കേണ്ടതാണ്. ആ കൂട്ടത്തിൽ കൂട്ടിയാൽ മതി. കിച്ചുവിന് ജോലിയാകട്ടെ, അവൻ പഠിക്കുന്ന മേഖല അവന് ജോലി ആകട്ടെ, അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ ഇവരുടെ പണം പറ്റാതിരുന്നാൽ മതി. പിന്നെ കഴിയുമെങ്കിൽ, പിന്നെ കിച്ചുവിനോടായിട്ട് പറയാനുള്ളത്, കഴിയുമെങ്കിൽ നിനക്ക് യൂട്യൂബിൽ നിന്ന് കൃത്യമായിട്ടൊരു വരുമാനം കിട്ടുന്നെങ്കിൽ നിന്റെ വീട്ടുകാർ, അതായത് അച്ഛന്റെ വീട്ടുകാർ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ നാണം കെട്ട പൈസ ഇവളുടെ കയ്യിൽ നിന്ന് മേടിക്കരുത്. രേണുവിന്റെ കയ്യിൽ നിന്ന് മേടിക്കരുത്. കാര്യം കാണിച്ചും തുണി താഴ്ത്തി കാണിച്ചും ഉണ്ടാക്കുന്ന ഇപ്പൊ ഈ സബ്സ്ക്രിപ്ഷൻ വന്നതിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ നാണം കെട്ട പൈസ നീ വാങ്ങിച്ചു ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും വൃത്തി. മനസ്സിലായോ? അതായിരിക്കും ഏറ്റവും നിനക്ക് ഭാവിയിലേക്കും ഈ ഒരു പേരുദോഷത്തിലേക്ക്, ഈ ഒരു പേരുദോഷം നിന്റെ ജീവിതത്തിൽ ഉടനീളം നിൽക്കാതിരിക്കാൻ നീ ഇവളുടെ കയ്യിൽ, നീ രേണു എന്ന് പറയുന്ന സ്ത്രീയുടെ കയ്യിൽ നിന്ന് നീ പൈസ വാങ്ങാതിരിക്കുന്നതായിരിക്കും എത്രയും ഉത്തമം. അതുപോലെ തന്നെ ഈ ലേഡീസ് പറയുന്നുണ്ട്, എന്തുകൊണ്ട് കിച്ചു ഇത്രയും നാൾ പറഞ്ഞില്ല, കിച്ചു രേണു ഗൾഫിൽ പോയിട്ട് വരുമ്പോൾ വരുന്നുണ്ട്, രേണുവിനെ അല്ലാതെ കാർ എടുക്കാൻ പോയപ്പോൾ കാണുന്നുണ്ട്, പിന്നെ ഇത്രയും വൈരാഗ്യം ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്തുകൊണ്ട് ഇത്രയും നാൾ അത് കാണിച്ചില്ല, ഇത്രയും നാൾ പോവുകയും വരികയൊക്കെ ചെയ്തു. ഇത്രയും നാൾ പോവുകയും വരികയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ കിച്ചു തന്നെ ഇപ്പോൾ ഒരു വീഡിയോയിൽ പറയുന്നത് 24-ൽ നിന്ന് കിച്ചുവിന്റെ പഠനത്തിന് ആവശ്യമായ പൈസ കിട്ടുന്നില്ല. അവന് വേറെ മാർഗ്ഗമില്ല. അവന്റെ അച്ഛന്റെ കുടുംബമാണ് അവന്റെ ചെലവും കാര്യങ്ങളും നോക്കുന്നത്. അവന് പഠനത്തിന് ആവശ്യമായ ഫീസ് കൊടുക്കണം, അവന് മറ്റു ചിലവുകളുണ്ട്. അപ്പൊ അവൻ എന്ത് ചെയ്യും? പോട്ടെ, ഗതികേട്, അവന് വേറെ മാർഗ്ഗമില്ല. യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ ചിലപ്പോൾ സ്ഥിരമായിട്ട് കിട്ടുന്നില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും എനിക്ക് കൊണ്ടോ, അതല്ലെങ്കിൽ അവന്റെ അച്ഛന്റെ ക്യാഷ് അവന്റെ ഈ രേണുവും കുടുംബവും വാങ്ങിയതല്ലേ, അവൻ ഇനി കിട്ടാൻ അർഹതയുള്ളവനാണെന്നൊരു തോന്നൽ അവന്റെ മനസ്സിലുള്ളത് കൊണ്ടോ ആയിരിക്കും അവൻ ഇവരെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചതും. പിന്നെ അപ്പോൾ പൈസ വാങ്ങുമ്പോൾ എന്തായാലും ഓഫ്കോഴ്സ് ഇവർ വിളിക്കുമ്പോൾ ആ പൈസ വാങ്ങുന്നതിന്റെ ഒരു നന്ദി സൂചകമായിട്ടോ, അതല്ലെങ്കിൽ ഇഷ്ടമില്ല എങ്കിൽ കൂടി, രേണുവിന്റെ പല വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ട്. കിച്ചുവിന്റെ മുഖം പ്രസന്നമായിട്ടിരിക്കുകയോ ചിരിച്ചുകൊണ്ട് വർത്താനം അറിയോ, ഈ മീഡിയക്കാരെ അഭിമുഖീകരിക്കുകയോ ഒന്നും വലുതായിട്ട് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടില്ല. അവർ ചോദിക്കുന്നതിന് 1-2 മറുപടി കൊടുത്ത് ഈ കിച്ചു ഒഴിഞ്ഞു മാറി പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ, അല്ലെങ്കിൽ ഇനിയും എങ്കിലും ഇവർ നന്നാകും എന്നുള്ള ഒരു ചിന്തയിലായിരിക്കാം ഒരു പക്ഷേ കിച്ചു നിന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവൻ 10-22 വയസ്സുള്ള ഒരു പയ്യനാണ്. അവൻ തീർച്ചയായും നാണക്കേടുണ്ടാവും. അപ്പോൾ അവൻ ചിലപ്പോൾ വാൺ ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ വാൺ ചെയ്തിട്ടുണ്ടാവും. ഷെഫിന ബീവിയുടെ ചാനലിൽ അവർ പറയുന്നുണ്ട് ഈ പയ്യൻ രേണുവിനെ അടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പം അത്രയും സഹിമുട്ടിയിട്ടായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ, അത്രയും സഹിമുട്ടിയിട്ടായി അവന്റെ അച്ഛന്റെ പേരാണ് അവിടെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അവൻ പ്രതികരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ അവന്റെ ആ ഒരു അവസ്ഥയിൽ എന്താ പറയുന്നത്, അവൻ പൈസ വാങ്ങുന്നത് കൊണ്ട്, ചിലപ്പോൾ അവന്റെ ഫീസുമായിട്ട് ബന്ധപ്പെട്ടോ അവന്റെ വേറുള്ള ചെലവുമായിട്ട് ബന്ധപ്പെട്ടോ അവൻ ഇവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നത് കൊണ്ടും ഇവർ വിളിക്കുന്നത് കൊണ്ടും ഇവൻ ഫോൺ അടിക്കുകയും പോവുകയും വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് അവന് വേറെ മാർഗ്ഗമില്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ഇവള് ഇങ്ങനെ തുണി ഉരിഞ്ഞിട്ട് ആട്ടം തുടങ്ങുമ്പോൾ ഈ ഒരു പയ്യൻ ഇതൊരിക്കലും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അവന്റെ അച്ഛന്റെ പേരിലാണ് ഈ സ്ത്രീ ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്ന് യൂട്യൂബിലായാലും സോഷ്യൽ മീഡിയയിലായാലും സുധിയുടെ പേരിലാണ് വന്നിരുന്ന് ഇവർ പൈസ ഉണ്ടാക്കിയതും വീടുണ്ടാക്കി കൊടുത്തത്. എന്തിനാണ് ആൾക്കാർ ഇവർക്കൊരു വീടുണ്ടാക്കി കൊടുക്കുകയും വസ്തു വാങ്ങിച്ചു ഫാദർ വസ്തു കൊടുക്കുകയും വീടുണ്ടാക്കി കൊടുക്കുകയും ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം ഫ്ലവേഴ്സ് ഏറ്റെടുക്കുകയും ചെയ്തത് എന്തിനാണ്? ഇവർ ഇങ്ങനെ ഒരു വൃത്തികെട്ട രീതിയിലേക്ക് പോവാതിരിക്കാൻ. അതായത് ഒരു സുധി നല്ല സ്വഭാവമോ ചീത്ത സ്വഭാവമോ എന്തോ ആയിക്കോട്ടെ, അയാൾ ഒരു കലാകാരനായിരുന്നു. അയാൾ ഫ്ലവേഴ്സിൽ വർക്ക് ചെയ്തിരുന്ന ഒരു കുറച്ച് കാലം കൊണ്ട് ഫ്ലവേഴ്സിലായിരുന്നു വർക്ക് ചെയ്ത്. അയാൾ മരിച്ചു പോയപ്പോൾ അവരുടെ വിധവയ്ക്ക് ഒരുപാട് പേരുടെ സപ്പോർട്ടോടുകൂടി അവരത് ചെയ്തു കൊടുത്തതിനാണ്. ഇവരിങ്ങനെ അതപ്പതിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ അതപ്പതിച്ച് പോകുന്നു എന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും പിന്നെ ഈ കിച്ചു ആയാലും മറ്റുള്ളവരായാലും പ്രതികരിക്കും. അത് തന്നെയാണ് ഇപ്പം മറ്റുള്ള ആൾക്കാർ ഈ സബ്സ്ക്രിപ്ഷൻ നടത്തുന്ന മറ്റുള്ള ആൾക്കാർക്കെതിരെ പ്രതികരിക്കാതെ ആൾക്കാർ, സാധാരണ ജനങ്ങൾ എന്തുകൊണ്ട് രേണുവിനെതിരെ പ്രതികരിക്കുന്നു എന്ന് വെച്ചാൽ, രേണു സുധിയുടെ വിധവയായിട്ട് വന്ന് ഒരുപാട് ബെനിഫിറ്റ് അതിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട്. ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ ഒരു രീതിയിൽ സബ്സ്ക്രിപ്ഷനൊക്കെ നടത്തി അതിന്റെ പൈസ രേണു വാങ്ങുമ്പോൾ തീർച്ചയായും അവന് നാണക്കേടുണ്ടാവും. അപ്പൊ അവനിതെല്ലാം എന്തുകൊണ്ട് അവൻ അപ്പം മാറി എന്ന് പറഞ്ഞാൽ അവനെപ്പോൾ തോന്നിക്കാണും. അവന്റെ ഇഷ്ടം അപ്പോഴാണ്, അവന് സമയം ഇപ്പോഴാണ് എനിക്ക് പറയണമെന്ന് തോന്നിയത്. അവൻ പറഞ്ഞിട്ട് അവൻ അവന്റെ കാര്യം നോക്കി പോകുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഇനി അങ്ങോട്ട് ഇവരുടെ കയ്യിൽ നിന്ന് കിച്ചു പൈസ വാങ്ങിച്ചാൽ അത് മോശമാണ്. ഇതുവരെ ഉള്ളത് പോട്ടെ, ഇനി അങ്ങോട്ട് പൈസ മേടിക്കാൻ ഇരുന്നാൽ അത് മോശമാണ്. അതല്ലെങ്കിൽ ഇവർക്ക് ഇപ്പം കിച്ചുവായിട്ട് സുധിയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പൈസകൾ മരണത്തിന് ശേഷമുള്ള പൈസകൾ ഇവർ തമ്മിൽ എന്തെങ്കിലും ഡീൽസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുറത്ത് മറ്റുള്ള ജനങ്ങളോട് ഇതുപോലെ ലൈഫ് സ്റ്റോറി പറഞ്ഞതുപോലെ പറഞ്ഞിട്ട് ഒരു പൈസ പോലും വിട്ടുകൊടുക്കാതെ കൃത്യമായിട്ട് ഇവരെ കയ്യിൽ നിന്ന് വാങ്ങണം. അത് പബ്ലിക്കിനോട് പറഞ്ഞിട്ട് വേണം വാങ്ങാൻ. അതല്ലെങ്കിൽ തീർച്ചയായും രേണു ഇതുപോലെ സ്ക്രീൻഷോട്ടുകളുമായിട്ട് വീണ്ടും വരും. കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്ന എല്ലാ ആൾക്കാരുടെയും വീഡിയോസ്, രേണുവിന്റെ വീഡിയോസ് ചെയ്യുമ്പോൾ മില്യൺ കണക്കിന് പോകുന്നുണ്ട്. അവർ അതിന്റെ വരുമാനം പറ്റുന്നുണ്ട്. രേണു പറയുന്നത് ശരി തന്നെയാണ്, തെറ്റാണ് കള്ളമാണെന്ന് നമ്മൾ ആരും പറയുന്നില്ല. അവരുടെ മില്യൺ കണക്കിന് വ്യൂസ് വരുന്നുണ്ട്, അവർക്ക് അതിന്റെ ബെനിഫിറ്റും കിട്ടുന്നുണ്ട്. അപ്പൊ രേണു ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. റീച്ച് ഇല്ലാത്ത ആരെങ്കിലും ചെന്നിട്ട് രേണുവിന്റെ ഒരു വീഡിയോ ഇട്ടിട്ട് അങ്ങ് രേണുവിനെ 2 ചീത്ത വിളിച്ചാൽ റീച്ച് ആയിക്കൊള്ളും. എന്തുകൊണ്ടാണ് അത് റീച്ച് ആവുന്നത്?
രേണുവിനെതിരെ അത്രയും, രേണുവിനെ വെറുക്കുന്ന അത്രയും ലക്ഷോപലക്ഷം ജനങ്ങളുണ്ട്. രേണുവിന് സപ്പോർട്ട് ചെയ്യുന്നത് ഇല്ല എന്ന് പറയുന്നില്ല, വിരലെണ്ണാവുന്ന ആൾക്കാർ മാത്രമാണ്. രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ വീഡിയോസ് നിങ്ങളൊക്കെ നോക്കി എത്രത്തോളം ഓടുന്നുണ്ടെന്ന് നിങ്ങൾ നോക്കും. വളരെ കുറച്ച് മാത്രമേ ഓടുന്നുള്ളൂ. പക്ഷേ രേണുവിനെ എതിർത്ത് സംസാരിക്കുന്നവരുടെ വീഡിയോകൾ ഒരുപാട് ഓടുന്നുണ്ട്. എന്താണ് കാരണം എന്നറിയാമോ? ഇതൊക്കെ കണ്ട ആൾക്കാർ ഫ്രസ്ട്രേഷൻ അടിച്ചിരിക്കുകയാണ് ഭയങ്കര. അതായത് രേണുവിനെ 10 പറയാൻ അവർക്ക് ആർക്കും ഒരു മാർഗ്ഗം ഇല്ലാതിരിക്കുകയാണ്. അപ്പൊ നമ്മളെ പോലുള്ള റിയാക്ഷൻ വീഡിയോക്കാർ ഇത് ചെയ്യുമ്പോൾ കമന്റുകളായിട്ട് വരുന്നത് അവരുടെ രോഷം അവർ പ്രകടിപ്പിക്കുന്നതാണ്. ഇൻസ്റ്റയിലായാലും ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ഈ കമന്റുകൾ വരുന്നത് 1000, 10,000 കണക്കിന് കമന്റുകളാണ് രേണുവിനെതിരെ വരുന്നത്. അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് അവർ കണ്ടുപിടിക്കുന്ന ഒരു സോഷ്യൽ മീഡിയയെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ് രേണുവിനെ 10 വിളിക്കുമ്പോൾ ആ വീഡിയോ ഓടുന്നത്. അല്ലാതെ രേണുവിന്റെ ഒരു ഭയങ്കര പ്രശസ്തി കൊണ്ടൊന്നുമല്ല, ജനങ്ങളുടെ ഫ്രസ്ട്രേഷൻ. കാര്യം സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റുന്നില്ല. ഈ രേണുവിന്റെ ഈ ആഭാസത്തരങ്ങൾ കാരണം സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയൊക്കെ കാര്യങ്ങളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.